രണ്ട് കാര്യം കൂടെ ചേർക്കാം. മുഹമ്മദ് തന്നെ ആദ്യം ഒന്നാണെന്ന് പറഞ്ഞു. നിങ്ങളെ ദൈവം ഞങ്ങളുടെ ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞു മുഹമ്മദ്. പിന്നീട് അള്ളാഹു അത് തിരുത്തുന്നുണ്ട്. ഉലിയാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് തന്നെ മുഹമ്മദ് തിരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 109 109 വളരെ വ്യക്തമായിട്ട് തന്നെ മുഹമ്മദ് അത് തിരുത്തുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ദൈവം ഒന്നല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മനസ്സിലായോ? അത് മുഹമ്മദ് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതിവിടെ പറഞ്ഞിരിക്കുന്ന അവിശ്വാസികളെ പറയുക, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അബിദൂന മാ അഅ്ബുദു. ലാസ്റ്റ് പറയും ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾ ആരാധിക്കുന്നവനെ ഞാൻ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ ആരാധിക്കുന്നവരല്ല. നിങ്ങൾ ആരാധിക്കുന്നവനെ ഞാൻ ആരാധിക്കാനായിട്ട് പോകുന്നില്ല, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാനായിട്ട് പോകുന്നവരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. വളരെ വ്യക്തമായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹു തന്നെയാണ് പറഞ്ഞത്, നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം രണ്ടും രണ്ടാണ് എന്ന്. അള്ളാഹു ആരാധിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർ ആരാധിക്കുന്നില്ല എന്ന് തന്നെയാണ് അള്ളാഹു പറയുന്നത്. മനസ്സിലായോ? വളരെ വ്യക്തമായിട്ട് തന്നെ കുൽ പറയുക, യാ അയ്യുൽ കാഫിറൂൻ അസത്യ വിശ്വാസികളെ എന്നിട്ട് പറഞ്ഞിട്ട് പറയാ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അള്ളാഹു പറയാണ്. അപ്പൊ അള്ളാഹു ഒരു ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ആ ദൈവത്തെ, നിങ്ങള് ആരാധിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നാ പറയുന്നത്. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. ഇത് എം അക്ബറിന്റെ ട്രാൻസ്ലേഷൻ ആണ് വായിക്കുന്നത്. അപ്പോ വളരെ വ്യക്തമായിട്ട് തന്നെ അള്ളാഹു ആരാധിക്കുന്നുണ്ട്, അള്ളാഹു ആരാധിക്കുന്നതിനെ മറ്റുള്ളവർ ആരാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങള് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ ബ്രദറ് പറഞ്ഞതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അജ്റൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ലാണ്. ഈ കറുത്ത കല്ലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അജ്റൽ അസ്വദ് ഈ 360 ദേവദേവന്മാരിൽ ഒരു ദേവനായിരുന്നു അജ്റൽ അസ്വദ്. അള്ളാഹിന്റെ പെമ്മക്കൾ ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ പെമ്മക്കളും കൂടെ മുഹമ്മദ് തല്ലി തകർത്ത് തന്റെ ദേവനായ അള്ളാഹുവിനെയും അജ്റൽ അസ്വദ് എന്ന കറുത്ത കല്ലിനെയും മാത്രം 360 മാറ്റി നിർത്തി രണ്ടെണ്ണം. 358 തല്ലി തകർത്ത് അത് മക്കയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു എന്നാ പറയുന്നത്. ഈ അജ്റൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ലിനെ കുറിച്ച് ചില ഹദീസിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്നത് വായിക്കാം. ഒന്നാമത്തെ കാര്യം, അജ്റൽ അസ്വദ് എന്ന കറുത്ത കല്ല് ഭൂമിയിൽ വീണതാണെന്ന് പറയുന്നത്. ഭൂമിയിലേക്ക് വന്ന കല്ലാണ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് നരേറ്റഡ്, ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, ദ ബ്ലാക്ക് സ്റ്റോൺ ഡിസെൻഡന്റ് ഫ്രം ദ പാരഡൈസ്. അപ്പോ ഇത് പാരഡൈസിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് വീണ കല്ലാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത ഈ കല്ലിനുണ്ട്. അത് എഴുതിയിരിക്കുന്നത് തിർമിദിയിലാണ്. തിർമിദിയിലെ വാള്യം 2 ബുക്ക് നമ്പർ 4 ഹദീസ് നമ്പർ 877. ഇത് സ്വർഗത്തിൽ നിന്ന് ഉരുണ്ട് വന്ന കല്ലാണ്, വീണ കല്ലാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അവിടെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് എന്ത് ചെയ്ത് ഈ കല്ലിനെ തകർത്ത് കളയാൻ, അള്ളാഹിന്റെ പെമ്മക്കളെ പോലെ തകർക്കാൻ കഴിയാതിരുന്നതാണ്. ഇത് കല്ല് സ്വർഗത്തിൽ നിന്ന് ഉരുണ്ട് ഭൂമിയിലേക്ക് വന്നൊരു കല്ലാണ് എന്നാ പറയുന്നത്. രണ്ട് ഭാഗത്ത് തിരുമതിയിൽ അത് പറയുന്നുണ്ട്. 695 ആ ഭാഗം എടുത്തു പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഉരുണ്ട് വന്ന കല്ലാണ്. രണ്ടാമത്തെ ഈ കല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്,
ഇത് വെളുത്തതായിരുന്നു, പാലിനേക്കാൾ വെളുത്തതായിരുന്നു എന്നുള്ളതാണ്. വെളുത്തതായിരുന്നത് കൊണ്ട് ആദമന്റെ സന്തതികളായ മനുഷ്യ സമൂഹത്തിന്റെ പാപമെല്ലാം തന്നെ ഇത് വലിച്ചെടുത്തത് കൊണ്ട് ഇത് നിന്ന് കാണുന്നത് പോലെ ഒരു കറുത്ത കല്ലായിട്ട് മാറി എന്ന ജാമിദ് തിർമിദിയില് വാള്യം 2 ബുക്ക് നമ്പർ 4 ഹദീസ് നമ്പർ 877 അത് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കല്ലിന്റെ പ്രത്യേകത, വെളുത്തതായിരുന്നെങ്കിലും അത് പാപങ്ങൾ ആഗിരണം ചെയ്തു. അള്ളാഹു പോലും ആരുടെ പാപങ്ങൾ മോചിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ ഈ അള്ളാഹുവിനേക്കാൾ ശക്തിയുണ്ട് മക്കയിൽ പ്രതിഷ്ഠിച്ചതായ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ലിന്. അംഗീകരിക്കപ്പെട്ട ഹദീസാണത്. മുസ്ലിങ്ങൾ ഓരോരുത്തരും അംഗീകരിക്കുന്നതാണ്, തള്ളിക്കളയാൻ പറ്റുന്നതായ ഒരു ഹദീസല്ല. മനുഷ്യന്റെ പാപമെല്ലാം ചെയ്യുന്നു. ഇന്നും മക്കയിൽ പോയി ഓരോ മുസ്ലിങ്ങളും, ഹജ്ജിന് പോകുന്ന ഓരോ വ്യക്തിയും ഈ കല്ലിനെ മുത്തി അവരുടെ പാപം മോചിച്ചു കൊടുക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഓരോ വ്യക്തിയും മുസ്ലിമാനും പോകുന്നത്. അവിടെ പോയി മുത്തുന്നു, വലം വെക്കുന്നു എന്നൊക്കെയുള്ള പ്രത്യേകത ഈ കല്ലിന് ഉണ്ട്. മൂന്നാമത്തെ ഈ കല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പുനരുദ്ധാന ദിവസത്തിൽ ഈ കല്ലിന് 2 കണ്ണുണ്ടായിരിക്കും എന്ന് പറയും. തിർമിദി തന്നെ വാള്യം 2 ഹദീസ് നമ്പർ 4 ബുക്ക് നമ്പർ 4 ഹദീസ് നമ്പർ 961 അങ്ങനെ പറയുന്നുണ്ട്. മനസ്സിലായോ? അന്ത്യകാലത്ത് ഈ അല്ലെങ്കിൽ പുനരുദ്ധാന നാളിൽ ഇപ്പൊ അതിനെ കാഴ്ചയില്ല. ഇപ്പൊ അത് കാണാൻ പറ്റില്ലേ? കണ്ണുണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. ഈ കല്ലിന് അന്ന് 2 കണ്ണുകൾ ഉണ്ടായിരിക്കും കാണാനായിട്ട്. അതും ഇബ്നു അബ്ബാസ് നരേറ്റഡ് ആണ്. മനസ്സിലായോ? അത് മുഹമ്മദ് പറഞ്ഞ കാര്യം ഇബ്നു അബ്ബാസ് എന്ത് ചെയ്തിരിക്കുകയാണ്? വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇബ്നു മാജയിലും പറഞ്ഞിട്ടുണ്ടത്. മനസ്സിലായോ? നാലാമത് ഈ കല്ല് പുനരുദ്ധാന സംസാരിക്കാനായിട്ട് നാവ് ഉണ്ട്. അന്ന് 2 കണ്ണുണ്ടാവും. പുനരുദ്ധാന ദിവസത്തിൽ ഈ കല്ല് എന്ത് ചെയ്യും? സംസാരിക്കാനായിട്ട് നാവുണ്ടാകും. ഇന്ന് ഈ കല്ലിന് സംസാരിക്കാൻ പറ്റത്തില്ല. മനുഷ്യന്റെ പാപം ആഗിരണം ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് കണ്ണില്ല, അതിന് സംസാരിക്കാനായിട്ട് നാവുമില്ല. എന്നാൽ പുനരുദ്ധാന ദിവസത്തിൽ അതിന് നാവുണ്ടായിരിക്കുമെന്നാണ് തിർമിദി 961 പറഞ്ഞ്, ഇബ്നു മാജ 2944 ഈ കാര്യങ്ങൾ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ഭാഗത്താ പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത് ഈ കല്ലിന്റെ പ്രത്യേകത, കല്ലിന് മനുഷ്യന്റെ മനസ്സിനെയും ആത്മാവിനെയും വിവേചിച്ച് മനസ്സിലാക്കാനും ഹൃദയശുദ്ധിയോടെയാണോ ഓരോ മുസ്ലിം തന്നെ തൊടുന്നതും മുത്തുന്നതും എന്ന് മനസ്സിലാക്കാൻ അത് പ്രസ്താവിക്കുവാനുള്ള ദൈവിക ശക്തി ഉണ്ടെന്നാ പറയുന്നത് ഈ കല്ലിന്. 961 തിർമിദി, ഇബ്നു മാജ 2944 വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അത് പറയുന്നത്, കല്ലിന്റെ പ്രത്യേകത. കാരണം ഇത് അള്ളാഹുവിന് പോലും ഇല്ല ഇത് ഒരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട്. എന്നാ അള്ളാഹുവിനേക്കാൾ കഴിവ് ഉള്ളതായ ഒന്നാണ് ഈ കല്ല്. ഇറാഖ് ഓയിൽ വെച്ച് മുഹമ്മദിനെ ഞെക്കി വായിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ, മുഹമ്മദ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ, മുഹമ്മദ് വായിക്കാൻ അറിയുന്ന വ്യക്തിയാണോ അല്ലാത്ത വ്യക്തിയാണോ എന്നൊന്നും അള്ളാഹുവിന് മുഹമ്മദിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞെക്കി അവിടുന്ന് പരാജയം അവിടുന്ന് സമ്മതിച്ച് മുഹമ്മദ് ഓടുന്നത് ആത്മഹത്യ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അള്ളാഹുവിന് വ്യക്തമായ ഒരു ധാരണ മുഹമ്മദിനെ കുറിച്ച് ഇല്ലായിരുന്നു. എന്നാൽ ഈ കല്ലിന് അങ്ങനെയല്ല.
അള്ളാഹുവിനേക്കാളും ഓരോ മനുഷ്യനും ഈ കല്ലിനെ തൊടുന്നത് ഹൃദയശുദ്ധിയോടെയാണോ അല്ലയോ മറ്റേതെങ്കിലും രീതിയിലാണോ എന്നൊക്കെ അറിയാനുള്ള കഴിവ് ഉണ്ടെന്ന് തിർമിദിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 961 തിർമിദി, ഇബ്നു മാജ 2944 വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഈ കല്ലിന്. അതാണ് ഈ കല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആറാമതായിട്ട്, കല്ലിനെ തൊടുന്നവരെ പാപങ്ങൾ ആഗിരണം ചെയ്ത് പാപങ്ങളെ പരിഹരിക്കാനുള്ള സ്വയമേ ശക്തി ഉണ്ടെന്നാ പറയുന്നത്. അത് മറ്റില്ല. തിർമിദി 959 വളരെ വ്യക്തമായിട്ട് അത് പറയുന്നു. അള്ളാഹു പോലും ആരുടെ പാപം മോചിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല. 23 വർഷക്കാലം ഒരു വ്യക്തിയുടെ പാപം പോലും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, ക്ഷമിച്ചു കൊടുത്തതായിട്ട് നമ്മൾ ഖുർആനിൽ കാണുന്നില്ല. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല വ്യക്തികളുടെയും രോഗങ്ങളൊക്കെ അല്ലെങ്കിൽ പാപങ്ങളൊക്കെ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? മർക്കോസിന് സുവിശേഷം 2-ാം അധ്യായത്തില് തളർവാദ രോഗിയുടെ അടുത്തേക്ക് വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികളെല്ലാം തന്നെ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഇവൻ എങ്ങനെയാ പറയുന്ന പിറുപിറുത്തത് കർത്താവ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ഏതാവുന്ന എളുപ്പം, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞോ കിടക്കെടുത്ത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു, ഏതാണ് എളുപ്പം എന്ന് ചോദിച്ചു. മനുഷ്യപുത്രനെ ഭൂമിയിൽ പാപം മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ തളർവാദ രോഗിയോട് പറഞ്ഞ എഴുന്നേറ്റ് കിടക്കെടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി കിടക്കെടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോയതായ അനുഭവങ്ങള് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് പാപം മോചിച്ചു കൊടുത്തു. അതുപോലെ ഈ കല്ലിന് പ്രത്യേക കഴിവുണ്ടെന്നാ പറയുന്നത്. ഇബ്നു മാജയിലും തിർമിദിയിലും കല്ലിനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. കല്ലിനെ തൊടുന്നവരുടെ പാപം ആഗിരണം ചെയ്ത് പാപങ്ങളെ പരിഹരിക്കാനുള്ള ശക്തി സ്വയമേ ഉണ്ട്. പക്ഷെ അള്ളാഹുവിന് പോലും ഇല്ലാത്ത കഴിവുകൾ ഈ കല്ലിനുണ്ട്. അതുകൊണ്ടാണ് ഈ കല്ലിനെ മുഹമ്മദ് എന്ത് തകർക്കാതെ മക്കയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് എന്ന് ഇസ്ലാമിക ചരിത്രങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാണ്ടല്ലോ. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ അങ്ങനെ ഈ കല്ലിന് ആറാമത്തത്, ഈ കല്ലിന് പാപത്തെ പരിഹരിക്കാനുള്ളതായ കഴിവും പ്രാപ്തിയുമുണ്ട്. അള്ളാഹുവിന് ഒരു വ്യക്തിയുടെ പാപം പോലും പരിഹരിച്ച് നൽകിയതായി ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അള്ളാഹുവിനേക്കാൾ വലിയതാണ്, അള്ളാഹുവിനേക്കാൾ കഴിവുണ്ട് ഈ അജറൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ലിന് എന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഈസാ നബിയാണോ ഇസ്ലാം എന്ന് പറയുന്നത്? ആഡം ബ്രദറെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. അലിപ്പാസ സംസാരിച്ച് തീരട്ടെ. ഓക്കെ, ഒന്ന് മ്യൂട്ട് ചെയ്തേ പ്ലീസ്. ഓക്കെ. ഏഴാമതായി കല്ല് അള്ളാഹുവിന്റെ വലതുകരമാണ് എന്ന് പറയുന്നു. മനസ്സിലായോ? അത് വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അള്ളാഹുവിന്റെ വലതുകരമാണ്. അങ്ങനെ പല കാര്യങ്ങളും വളരെ വ്യക്തമായി 7 കൂട്ടം കാര്യങ്ങൾ ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച്, പാപം മോചിച്ചു കൊടുക്കുവാനുള്ള കഴിവ്, മനുഷ്യ ഓരോ ഹൃദയത്തെയും ശോധന ചെയ്യാനുള്ള കഴിവ് അള്ളാഹുവിന് ഇല്ലായിരുന്നെങ്കിലും ഈ അജ്റൽ അസ്വദ് എന്ന കറുത്ത കല്ലിനുണ്ടെന്ന് ഹദീസുകളെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മനസ്സിലായോ? പ്രത്യേകിച്ച് 7 കൂട്ടം കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു. അതിന്റെ പുറമെ ഈ കല്ലിനെ മുഹമ്മദ്
ചുംബിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീൽ ബുഖാരി വാള്യം 2 പുസ്തകം 26 ഹദീസ് നമ്പർ 667 അബീസ് ബിൻ റആബിയിൽ നിവേദനം ഉമർ ഹജറൽ അസ്വദ് കല്ലിനരികിലെത്തി അതിനെ ചുംബിച്ചതിന് ശേഷം പറഞ്ഞു, ഒരു സംശയമില്ല, ആർക്കും ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത ഒരു കല്ല് മാത്രമാണ് നീ എന്ന് എനിക്കറിയാം. അള്ളാഹുവിന്റെ അപ്പോസ്തലൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കയില്ലായിരുന്നു. സ്വഹീൽ ബുഖാരി വാള്യം 2 പുസ്തകം 26 ഹദീസ് നമ്പർ 667 ഉമ്മർ മുഹമ്മദ് ചുംബിച്ചത് കൊണ്ടാണ് ഇതിനെ ചുംബിച്ചത്, എനിക്കത് വിശ്വാസമില്ല, താൻ ഒരു വെറും കല്ലാണ് എന്ന് പറയുന്നു. എന്നാൽ പാപം മോചിച്ചു കൊടുക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ഒരു കല്ലാണെന്ന് ഉമ്മർ അത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന് സഹീൽ ബുഖാരി വാള്യം 2 പുസ്തകം നമ്പർ 26. എത്ര നേരം ഇങ്ങനെ പ്രസംഗം പോലാണോ അതോ ചോദ്യമാണോ ഇത്? എങ്ങനെയാണ് നമുക്ക്? അല്പനേരം മിണ്ടാതിരിക്കുക, എന്നിട്ട് പിന്നീട് നിങ്ങളെ എടുത്തിട്ട് സംസാരിക്കും. ചുമച്ച സോറി മാമനിച്ച, അത് നിസു ആണ്. ഞാൻ നിസുവിനെ ബ്ലോക്ക് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന്റെ നിസുവിന്റെ സൗണ്ട് മാതിരിയല്ല. 0 ഫോളോവേഴ്സ് 0. അതാണ് പുതിയ ഐഡിയ ആണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ സൗണ്ട് അവൻ്റെതല്ല. അവൻ അങ്ങോട്ട് വരികയാണെങ്കിൽ അവൻ ഇന്ററപ്റ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ 2 ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും. അവന്റെ സ്വഭാവം നമുക്കറിയാവുന്നല്ലേ. അടുത്തതായിട്ട് സ്വഹീൽ ബുഖാരി വാള്യം 2 പുസ്തകം 26 ഹദീസ് നമ്പർ 673 തന്റെ പിതാവ് പറഞ്ഞതായി സലീമിൽ നിവേദനം, അള്ളാഹുവിന്റെ അപ്പോസ്തലൻ മെക്കായിൽ എത്തിയതായി ഞാൻ കണ്ടു. അദ്ദേഹം തവാഫ് ചെയ്യുന്നതിനിടയിൽ കറുത്ത കല്ലിരുന്ന മൂലയിൽ ചുംബിച്ചു. 7 പ്രാവശ്യം പ്രദക്ഷിണങ്ങൾ, ആദ്യത്തെ 3 പ്രദക്ഷിണങ്ങളാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഈ അമ്പലത്തിൽ പോയി ചുറ്റുന്നില്ല, അതുപോലെയുള്ള പ്രദക്ഷിണം 7 പ്രാവശ്യം മുഹമ്മദ് ഈ കല്ലിന് ചുറ്റും ചുംബിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു. ബുഖാരിയിലാണ്. മനസ്സിലായോ? അടുത്തതൊന്ന് സ്വഹീൽ ബുഖാരി വാള്യം 2 പുസ്തകം 26 ഹദീസ് നമ്പർ 675, 676, 677, 679, 680 എല്ലാം തന്നെ മുഹമ്മദ് ഈ കല്ലിനെ ചുംബിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിനേക്കാൾ കഴിവും പ്രാപ്തിയും പാപമോചിക്കാനുള്ള പ്രത്യേക കഴിവെല്ലാം തന്നെ അജ്റൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ലിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദിന് വളരെ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കല്ലിനെ എന്ത് ചെയ്ത് തകർക്കാതിരുന്നത്. മറ്റൊരു ഭാഗത്ത് പറയുന്നു സഹീൽ മുസ്ലിം വാള്യം 2 ഭാഗം 15 ഹദീസ് നമ്പർ 248 മുതൽ 252 വരെയുള്ള ഭാഗങ്ങളിൽ വീണ്ടും അത് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് വാത്സല്യം പ്രകടിപ്പിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഉമർ പറഞ്ഞതായി നിവേദനത്തിലുണ്ടെന്ന് സഹീൽ മുസ്ലിമിൽ പറഞ്ഞത്. അതുപോലെ തന്നെ മുഹമ്മദിന്റെ ആദ്യകാല ജീവചരിത്ര ഇബ്നുൽ ഇഷാഖ് സീറത്തു റസൂലുള്ളാഹിൽ ഈ കാര്യം എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാനത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴ് ആ പുസ്തകം യാദൃശികമായി എനിക്കാരോ അയച്ചു തന്നു. ഞാനത് വായിച്ചപ്പോൾ എനിക്കും അത് വാസ്തവത്തിൽ അത് വായിക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഉള്ളതായ അവസരം ഉണ്ടായി. അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായ ചരിത്രങ്ങളാണ്. ആദ്യകാല ജീവചരിത്രം എഴുതിയ അദ്ദേഹമാണ് ഇബ്നുൽ ഇഷാഖ് സീറത്തുർ റസൂലുള്ളാഹി. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് വാങ്ങി വായിക്കുന്നത് നല്ലതായിരിക്കും. മുഹമ്മദിനെ കുറിച്ച് പച്ചയായ അധ്യായം എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മുഹമ്മദ് പ്രവാചകനായത്, അള്ളാഹു ആരാണ്, അള്ളാഹുവിനെ എവിടുന്നാണ് കൊണ്ടുവന്നത് എന്നീ കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ച് ഇബ്നുൽ ഇഷാഖ് രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടൊക്കെ നമ്മൾ വായിക്കുന്നത് അള്ളാഹുവിനേക്കാൾ കഴിവുണ്ടായിരുന്നു ഈ അജ്റൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ലിനെന്നുള്ളതാണ്.
അള്ളാഹുവിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. 23 വർഷക്കാലം അള്ളാഹു ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഖുറാനിൽ വ്യക്തമല്ല, ഒരു കാര്യം വ്യക്തമല്ല. ഒരു പ്രവാചകനെ കുറിച്ചെടുത്താലും കള്ളത്തരം എഴുതി ഓരോ പ്രവാചകന്മാരെയും പേരെല്ലാം മാറ്റി രക്ഷകനെ നർത്ഥമുള്ള യേശു എന്നുള്ളതിന് കാട്ടുകഴുതയുടെ മൂത്രം എന്ന അർത്ഥമുള്ള ഈസ എന്നൊക്കെ മാറ്റി മനുഷ്യന് രക്ഷ തടഞ്ഞു നിർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് മുഹമ്മദ് എത്തി എന്നൊക്കെ നമ്മൾക്ക് വളരെ വ്യക്തമായി വായിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ രക്ഷ മുസ്ലിം സഹോദരങ്ങള് ഏറ്റെടുത്താൽ മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ കൂടി അല്ലാതെ ഒരാൾക്കും രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയില്ല. ഞാനാണ് വഴിയും സത്യവും ജീവനും. യേശു കർത്താവ് പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ഈസായെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ രക്ഷ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വാക്കിൽ നിർത്തുന്നു.